വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെയാണ് വയനാട് മണിയൻകോട് നിവാസികൾ സഞ്ചരിക്കുന്നത്. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള പാലത്തിലൂടെ കുട്ടികൾ അടക്കമുള്ളവർ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് കടന്നുപോകുന്നത്. വർഷങ്ങളായി ഈ പാലത്തിലൂടെയാണ് പ്രദേശവാസികൾ കടന്നു പോകുന്നത്. കമുങ്ങ്, മുള തുടങ്ങിയവ കൊണ്ടാണ് പാലം തീർത്തിരിക്കുന്നത്. പാലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ ചിലയിടങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ജീവൻ കയ്യിൽ പിടിച്ചാണ് നാട്ടുകാർ ഈ പാലത്തിലൂടെ നടന്നു നീങ്ങുന്നത്. കുട്ടികൾക്ക് ഈ പാലം കടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതിയ ഒരു പാലം വാഗ്ദാനം മാത്രമായി മാറുകയാണ്. ഒരു 50 വർഷമായി ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് ഈ പാലം. മാറി മാറി വരുന്ന സർക്കാരും ആരും ഇതിനെപ്പറ്റി യാതൊരു കാര്യവും തീരുമാനിക്കുന്നില്ല. അപ്പം ഇപ്പോൾ ഒരു ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയും വലിയ വിവരങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാവരെയും രാവിലെ ഈ പാലത്തിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഗ്രാമസഭ പാസ്സാക്കിയതാണ്. അങ്ങനെ ഒരുപാട് തവണ ഗ്രാമസഭയിൽ നമ്മൾ എന്താക്കിയതാണ്, ഇവിടെ പാലത്തിന് വേണ്ടി പാസ്സായതാണ്. പക്ഷേ ഇതുവരെ എന്തായില്ല, എത്തിയിട്ടില്ല. രാഷ്ട്രീയ തർക്കമാണ് മെയിൻ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടിയുടെ തർക്കത്തിനൊരു വിഷയത്തിന് മുകളിലാണ് പാലം നടക്കാത്തത്. അങ്ങനെയാണ് പൊതുവെ. 50 വർഷത്തോളമായി ഇത്തരത്തിൽ താത്കാലിക പാലമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. നിലവിലുള്ള പാലത്തിന്റെ കൈവരികളും തകർന്ന നിലയിലാണ്. പാലം പേപ്പറുകളിൽ ഉണ്ടെന്ന് മാത്രമാണ് പ്രദേശവാസികൾക്ക് നൽകുന്ന മറുപടി. യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയും നടക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്.